രാഹുൽ ഗാന്ധിക്ക് നേരെ ബി.ജെ.പിക്ക് അടങ്ങാത്ത പക. അവസാനം രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഗുവാഹത്തിയിലെ പൻ ബസാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മൊഞ്ചിത് ചേട്ടിയ എന്നയാളാണ് പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 152, 197(1) എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത്. ജനുവരി 15-ന് ഡർബിയയിലെ പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. ബി.ജെ.പിയും ആർ.എസ്.എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ബി.ജെ.പിക്കും ആർ.എസ്.എസിനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരായാണ് പോരാടുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുലിന്റെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചേതിയയുടെ പരാതിയിൽ ആരോപിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണ് എന്നും ചേതിയ പരാതിയിൽ പറയുന്നുണ്ട്. രാഹുലിന്റെ പ്രസ്താവന സംസ്ഥാനത്തിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ ശത്രുവായി ചിത്രീകരിക്കുന്നതാണെന്നും ഇത്തരം പ്രസ്താവനകൾ അപകടകരമായ ആഖ്യാനം നൽകുന്നതാണെന്നും ചേതിയ പരാതിയിൽ പറയുന്നു. രാജ്യത്ത് അശാന്തിയും വിഘടനവാദവും വളർത്താൻ ഇത് കാരണമാകുമെന്നും പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ ബി.ജെ.പിയും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തായിരിക്കുന്നതെന്ന് ബി.ജെ.പി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ എന്തിനാണ് ഭരണഘടന കയ്യിലേന്തുന്നത് എന്നായിരുന്നു നേതാക്കളുടെ ചോദ്യം. അതേസമയം രാഹുലിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് പരാതിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമല്ലെന്നും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് പരാതിക്കാരൻ വിശദമായി മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ടീഷർട്ട് പോരാട്ടത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു. രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിന് എതിരായ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മോദി പാവങ്ങൾക്ക് നേർക്ക് പുറം തിരിഞ്ഞു നിൽക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. 2023 മെയ്യിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യധാരാ പത്രങ്ങളിൽ അപകീർത്തികരമായ പരസ്യം നൽകിയതിന് ബി.ജെ.പി സംസ്ഥാന ഘടകം നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. ഇതിലാണ് കോടതി ഇടപെടൽ ഉണ്ടായത്. 4ാം പ്രതിയായി തന്നെ പ്രതി ചേർത്ത മാനനഷ്ട കേസിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജിയിലാണ് ജനുവരി 17-ന് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2019-23 ഭരണകാലത്ത് ബി.ജെ.പി സർക്കാർ വൻ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു വിവാദ പരസ്യം പോലീസ് നൽകിയത്. 2023 ജൂണിൽ ഒന്നിലധികം സമൻസുകളിൽ പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ എം.പിമാർക്കും എം.എൽ.എമാർക്കും എതിരായ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി പ്രത്യേക മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ മാനനഷ്ട കേസിന്റെ വിചാരണ വേളയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പ്രത്യേക കോടതി ഉപാധികളോടെ അദ്ദേഹത്തിന് സ്ഥിരമായ ഇളവ് നൽകിയിരുന്നു. പ്രതിയെന്ന നിലയിൽ തന്റെ വ്യക്തിത്വത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഭിഭാഷകർ ഹാജരാകണമെന്നും എല്ലാ വ്യവഹാര തീയതികളിലും അദ്ദേഹത്തിനു വേണ്ടി ഹാജരാകണമെന്നും തെളിവെടുപ്പിൽ എതിർപ്പില്ലെന്ന് ഉറപ്പു നൽകണമെന്നും പ്രത്യേക കോടതി ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല കോടതി എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്ന് കണക്കിലെടുത്താണ് കോടതി രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ ഇളവ് നൽകിയത്. 2023 ജൂണിൽ സമർപ്പിച്ച പരാതിയിൽ മെയ് 5-ന് കുറ്റാരോപിതർ നൽകിയ പരസ്യങ്ങളിൽ തെറ്റായതും അടിസ്ഥാനരഹിതവും അശ്രദ്ധേയവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് ബി.ജെ.പി ആരോപിക്കുന്നുണ്ട്. ഡി.കെ. ശിവകുമാർ കെ.പി.സി.സി അധ്യക്ഷൻ എന്ന നിലയിലും സിദ്ധരാമയ്യ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുമാണ് പരസ്യങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി ഈ പരസ്യങ്ങൾ തന്റെ എക്സ് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു.